നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ ഗാർഡൻ അടച്ചിടുന്നതിൽ പ്രതിഷേധം പൊതുജനത്തിൻ ഗാർഡൻ നവീകരണം പൂർത്തിയാക്കുക. വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കുക. മലമ്പുഴ ഉദ്യാന വികസന അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ യോഗം നടത്തി. മലമ്പുഴ ഉദ്യാന നവീകരണ പ്രവർത്തനം ഉടൻ പൂർത്തിയാക്കുക. ഉദ്യാനം സന്ദർശകർക്ക് തുറന്നു കൊടുക്കുക. മലമ്പുഴയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന കുടുംബങ്ങളുടെ പട്ടിണിക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മലമ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9 മാസമായി പൂട്ടിക്കിടക്കുന്ന മലമ്പുഴ ഗാർഡൻ്റെ മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 9 മാസമായി യാതൊരുവിധ പുരോഗതിയും നവീകരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവാത്തതിൽ യോഗം ശക്തമായി പ്രതിഷേധിച്ചു. യോഗത്തിൽ തുടർ സമരപരിപാടികൾ നടത്തുന്നതിനായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. കേരള സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മലമ്പുഴ സംരക്ഷണ സമിതി സെക്രട്ടറി സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു. മലമ്പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി ഗോപാലൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് യു ഇബ്രാഹിം, ടി പി കനകദാസ്, പി ആൻ്റണി റോബർട്ട്, ഷാൻജി ടോമി, പി കമലാധരൻ, കെ ചെന്താമരാഷൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഡാം അടച്ചിട്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കഷ്ടതകളെല്ലാമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മുടെ എല്ലാ കുടുംബങ്ങളും മലമ്പുഴയോട് അനുബന്ധിച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇവിടെയുണ്ട്. അവരൊക്കെ അനുഭവിക്കുന്ന സങ്കടങ്ങൾ എത്രമാത്രമാണെന്ന് ഞങ്ങൾക്ക് വാക്കുകളിലൂടെ വിവരിക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ മക്കളൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി അവരെവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഒന്ന് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഡാം തുറന്നു തരണമെന്നും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉദ്യോഗസ്ഥരുടെ പക്ഷത്തു നിന്ന് ഉണ്ടാകണമെന്നും ഞങ്ങൾ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ പ്രതിഷേധം ആദ്യമായി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. തുടർന്ന് ഇത് എത്രയും പെട്ടെന്ന് തുറന്നു തന്നെങ്കിൽ ഇതിലും ശക്തിയായി ഞങ്ങളുടെ സമരം മുന്നോട്ട് പോകുമെന്നും അവരെ എല്ലാവരെയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ കൂടിയ എല്ലാവർക്കും പ്രത്യേകം. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളെയും അധികൃതരെയും അറിയിക്കുന്നു. വാർത്തകൾ 9020147667 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക.